തൃശ്ശൂരിൽ വീണ്ടും കോൺഗ്രസിൽ പോര് രൂക്ഷമായി തുടരുന്നു. പോസ്റ്റർ യുദ്ധം തുടരുന്നു. ടി.എൻ. പ്രതാപനെതിരെ ആണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ടി.എൻ. പ്രതാപൻ കോൺഗ്രസിൻ്റെ ശാപമാണെന്നും RSS ഏജൻ്റാണെന്നുമാണ് ടി.എൻ. പ്രതാപനെതിരെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോസ്റ്ററുകൾ. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, നേരത്തെ തന്നെ മണലൂർ കണ്ട് കുതിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റർ യുദ്ധം മുരളീധരൻ്റെ തോൽവിയോടുകൂടി തന്നെ ഈ 86,000 വോട്ടിൻ്റെ കുറവ് വന്നതോടുകൂടി തന്നെ കോൺഗ്രസിലെ വോട്ടിൻ്റെ കുറവ് വന്നതോടെ തന്നെ പ്രതാപനെതിരെ പടയൊരുക്കമുണ്ട്. ഇപ്പോഴത്തെ പോസ്റ്ററുകളിൽ കാണുന്നത് എന്തൊക്കെയാണ്? അജിംഷാദ്, നേരത്തെ തന്നെ പ്രതാപൻ്റെ പേര് ഉയർന്നു വന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പ്രതാപൻ്റെ പേരൊന്നും അധികം വരാതെയും പ്രതാപനെതിരെ നടപടി ഉണ്ടാകാതെയും ഇരുന്നു. ടി.എൻ. പ്രതാപനും അനിലക്കരിക്കുമെതിരെ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ ടി.എൻ. പ്രതാപനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടുള്ളത് തൃശ്ശൂർ DCC ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബ്ബിന് സമീപത്തുമാണ്. ഈ പോസ്റ്ററിൽ പറയുന്നത് ടി.എൻ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം, പ്രതാപനെ പുറത്താക്കണം എന്നാണ്. തന്നെയുമല്ല, ഈ കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ടി.എൻ. പ്രതാപനാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായിരുന്ന പ്രതാപൻ ആ സമയത്ത് വിദേശയാത്ര നടത്തിയതും വിദേശ ബിനാമി ഇടപാടുകൾ നടത്തി RSS ഏജന്റായി പ്രവർത്തിച്ചു എന്നെല്ലാമാണ് പോസ്റ്ററിലെ ആരോപണങ്ങൾ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും പ്രതാപനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പോസ്റ്ററിൽ പറയുന്നത് മണലൂർ കണ്ട് പനിക്കേണ്ട എന്നാണ് പറയുന്നത്. കാരണം ടി.എൻ. പ്രതാപൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മണലൂരിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലം തെരഞ്ഞെടുത്ത് മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മണലൂർ കണ്ട് പനിക്കേണ്ട എന്ന ഒരു തലവാചകത്തോടു കൂടിയുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സേവ് കോൺഗ്രസ് ഫോറത്തിൻ്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇത്തവണ DCC പ്രസിഡന്റിന് അടക്കമുള്ളവർക്കെതിരായി ഈ പോസ്റ്ററുകളിൽ ആക്ഷേപമുണ്ടോ? കാരണം നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. അജിംഷാദ്, ഏറ്റവും ആദ്യം DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നിരുന്നത്. പിന്നീട് ആണ് KPCC ഈ DCC പ്രസിഡന്റിൻ്റെയും ജില്ലാ UDF കൺവീനർ UDF ചെയർമാൻ MP വിൻസെൻറ്റിൻ്റെയും രാജി ആവശ്യപ്പെട്ടത്. ഇവർ രണ്ടുപേരും രാജിവെച്ചതോടുകൂടി ഇവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിൽ ആദ്യഘട്ടത്തിൽ ഉയർന്നില്ലെങ്കിലും ടി.എൻ. പ്രതാപനെതിരെ വലിയ പ്രതിഷേധം മുരളീധരനെ അനുകൂലിച്ചിരുന്നവർക്കിടയിൽ ഉണ്ടായിരുന്നു. ടി.എൻ. പ്രതാപൻ, അനിലക്കര ഈ രണ്ടുപേർക്കെതിരെയും പ്രതിഷേധമുണ്ട്. ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നതാണ് ഈ മുരളീധരൻ അനുകൂലികളായ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പിന്നാലെയാണ് ഈ പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിലെല്ലാം ടി.എൻ. പ്രതാപനും അനിലക്കരിക്കുമെതിരെ നടപടി വേണമെന്നാണ് ഈ പോസ്റ്റർ അതായത് മുരളീധരൻ അനുകൂലികളായ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. കാരണം മറ്റ് രണ്ട് പേരെ മാത്രം DCC പ്രസിഡന്റിനെയും UDF ജില്ലാ ചെയർമാനെയും മാത്രം അവർക്കെതിരെ മാത്രം നടപടിയെടുത്ത് ഇത് അവസാനിപ്പിച്ചതിൽ വലിയ അമർഷം ഈ വിഭാഗത്തിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിരുന്നവർ, തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രധാന ചുമതലകളിൽ ഉണ്ടായിരുന്ന മറ്റ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ടി.എൻ. പ്രതാപനും അനിലക്കരിക്കുമെതിരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതാണ് പ്രവർത്തകരുടെ ചോദ്യം. ഇതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നത്തെ പോസ്റ്റർ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയവും അതോടൊപ്പം DCCയിലെ കൂട്ടത്തലും, ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 3-അംഗ സമിതിയെ ഈ കാര്യങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനായി KPCC ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ KPCC 3-അംഗ സമിതി ഇന്ന് DCC ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന ദിവസമാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട 3-അംഗ അതാണ് തിയോഫിൻ. അതായത് അത്തരത്തിൽ ഇതിൻ്റെ സിറ്റിംഗ്, ഈ കമ്മീഷൻ്റെ സിറ്റിംഗ്, കോൺഗ്രസ് ഏർപ്പെടുത്തിയ 3-അംഗ സമിതിയുടെ സിറ്റിംഗ് നടക്കുന്ന ദിവസമാണ് ഈ പോസ്റ്റർ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടി, അല്ലേ? തീർച്ചയായും അജിംഷാദ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റർ പ്രതിഷേധവുമായി രംഗത്തെത്തിയവർ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഈ സമിതിയുടെ സിറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം ഇത് ആരംഭിക്കുന്നു. സമിതി അംഗങ്ങൾ, ഈ 3-അംഗ സമിതിയിലെ KC ജോസഫും R ചന്ദ്രശേഖരനും ഈ മുകളിലത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട്. അവർ അവിടെ യോഗം നടത്തുകയാണ്. എല്ലാ നേതാക്കളെയും കണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും, അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള 7 നിയോജക മണ്ഡലങ്ങൾ, ഈ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാന നേതാക്കളെല്ലാം കണ്ട് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തും. അതോടൊപ്പം തന്നെ തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തൃശ്ശൂരിലെ പോസ്റ്റർ യുദ്ധങ്ങൾ തീരുന്നില്ല. വലിയ ഗ്രൂപ്പ് പോരിൻ്റെ തുടർച്ചയായി തന്നെ ടി.എൻ. പ്രതാപനും അനിലക്കരയ്ക്കുമെതിരെ പ്രധാനമായും വലിയ അർത്ഥത്തിൽ തൃശ്ശൂരിൽ കോൺഗ്രസ് വികാരം അലയടിക്കുന്നതാണ് പോസ്റ്ററുകൾ പ്രതിഫലിക്കുന്നത്. ഒപ്പം KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ സിറ്റിംഗ് നടക്കുന്ന ദിവസം തന്നെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.